LDF സർക്കാരിന്റെ ഭൂരിഭാഗം പൊതുമരാമത്ത് പദ്ധതികളും നടപ്പിലാക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന സ്വതന്ത്ര കരാർ കമ്പനിയാണ്. കോടിക്കണക്കിന് ആസ്തിയുള്ള ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്ന പല പദ്ധതികളും ചീറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. പലയിടത്തും കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയെയാണ് ഏൽപ്പിക്കുന്നത്. ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് PK ബഷീർ MLA. ശക്തമായ ഭാഷയിലാണ് ബഷീർ ഊരാളുങ്കലിനെ വിമർശിച്ചത്. തന്റെ മണ്ഡലത്തിൽ പല ചെറിയ ജോലികളും ഏറ്റെടുക്കുന്ന ഊരാളുങ്കൽ പക്ഷേ അത് പൂർത്തിയാക്കുവാനോ ചില പദ്ധതികൾ തുടങ്ങുവാനോ തയ്യാറാകുന്നില്ല എന്നാണ് ബഷീർ സഭയെ അറിയിച്ചത്. 100-150 കോടി രൂപയുടെ പൊതുമരാമത്ത് ജോലികൾ ചാടിപ്പിടിക്കുന്ന ഊരാളുങ്കലിന് 1 കോടി രൂപയുടെ ജോലികളോട് പുച്ഛമാണ്. അത്തരം നിർമ്മിതികൾ നടക്കുന്ന ആദിവാസി ഊരുകളെ ഊരാളുങ്കൽ അവഗണിക്കുന്നതിനെയും ബഷീർ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. പിന്നാലെ ഇടപെട്ട സ്പീക്കർ ബഷീറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും MLA വിമർശനം തുടരുകയായിരുന്നു. ഇതിന് മറുപടി പറഞ്ഞ മന്ത്രി K. കേളു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതത് സ്ഥലത്തെ MLA-മാർക്കാണെന്ന് അറിയിച്ചതോടെയാണ് PK ബഷീർ അടങ്ങിയത്. സഭയിലെ ആ ദൃശ്യങ്ങൾ കാണാം. ഈ അംബേദ്കർ ഗ്രാമം ഇങ്ങനെയുള്ള ഈ പദ്ധതികൾ ഒക്കെ ഇപ്പൊ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. ഇങ്ങനെ സാർ ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ തന്നെ സാർ 3 വർക്ക് ഊരാളുകളിന് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിയില്ല. ഈ 1000, 500, 250 കോടി വർക്കില്ല കൂട്ടർക്ക് തന്നെ ഈ ആദിവാസി കോളനിയിലെ 1 കോടി രൂപ വർക്കും ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണില്ല. എന്തിനാ സാർ ഈ ഏർപ്പാട് നടക്കണേ? ഒന്നുകിൽ ഈ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. ഇതൊക്കെ എല്ലാ ചെറിയ ഏർപ്പാടും ചോദ്യത്തിലേക്ക് വാ. സാർ ഞാൻ പറയട്ടെ സാർ, ഇതൊരു വിഷയം. ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല. ഓർക്ക് 500, 50, 100, 150 കോടി രൂപയുടെ വർക്ക്, ഇവിടെ 1 കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കിന്റെ വർക്ക്. ഇതിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാൻ എന്താ മന്ത്രി അവരെ പ്രതിപക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയല്ലേ ഈ പദ്ധതി? അത് നടപ്പിലാക്കാതെ നടപടി എന്താണ്ട് അല്ലാതെ എല്ലാം കൂടി വലിയ ആൾക്കാർക്ക് കൊടുക്കുക. സാർ ഇതില് അങ്ങനെ ഊരാളുങ്കിന് തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ. സാർ അതിന്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് MLA-മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ MLA-മാരാണ് മറുപടി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. സാർ ആ ഉത്തരവ് വായിച്ചു നോക്കണം സാർ. ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം MLA-മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് LSCDനെ നമുക്ക് ചുമതലപ്പെടുത്താം. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്രഡിറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യം സംബന്ധിച്ച് അതാത് MLA-മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ ഡോക്ടർ മാത്യു കോയൽനാട്. സർ, പ്ലീസ് ശ്രീ K. ബഷീർ പ്ലീസ്. സർ, ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം